വാക്സിനേഷൻ എടുക്കാൻ പോവാണ്. കൂട്ടത്തില് നിക്കിക്ക് ഫുൾ ബോഡി ചെക്കപ്പും നടത്തണം. നിക്കിക്ക് എല്ലാ വർഷവും വാക്സിനേഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വർഷം ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. നിക്കിനെ കുളിപ്പിച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. പൊട്ട് പിന്നെ കഴിഞ്ഞ കുളിപ്പിക്കലിൽ തൊട്ടതാണ്, ഇതുവരെ പോയിട്ടില്ല. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു കളിയാണ് ഗൈസ്. ഷോയാണ്, പട്ടി ഷോയാണ് ഗൈസ്. അപ്പൊ നമ്മള് പിന്നെ സാധാരണ നമ്മള് വാക്സിൻ എടുക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് മഞ്ചേരിയാണ് പോകുന്നത്. ഒരു മൊത്തത്തിലൊരു ചെക്കപ്പ് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ മഞ്ചേരി നല്ലൊരു ക്ലിനിക്ക് ഉണ്ട്. ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എപ്പോഴും ഡോക്ടർ ഉണ്ടാവില്ല ചെല്ലുമ്പോൾ. പിന്നെ വാക്സിനും എപ്പോഴും ഉണ്ടായിക്കോളന്നില്ല. മഞ്ചേരി ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഡിക്കി തുറന്നിട്ട് ഇപ്പഴത്തേക്ക് ചാടിയതാ. എങ്ങനെ പുറത്തിറങ്ങുന്ന അറിയാതൊക്കെ. പിന്നെ ഗൈസ് ദിയമോക്ക് എക്സാം ആണ്. ദിയമോള് എക്സാം എഴുതാൻ പോയതാണ്, ആനുവൽ എക്സാം. ഇന്ന് ഇംഗ്ലീഷാണ് കേട്ടോ. അപ്പം വരുമ്പോ നമ്മൾ ലേറ്റ് ആവും എന്ന് വെച്ചാൽ ദിയമോള് ഉച്ചയാകുമ്പോ എത്തും. നമ്മളിപ്പോ ഇറങ്ങാൻ തന്നെ 12 മണിയായി സമയം. അപ്പം അവിടെ അച്ഛനോട് കൊണ്ടുവരാൻ പറയണം. പോയിട്ട് ഇക്കിക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് അവിടെ ഡിക്കി ഇല്ലാതെ ഒന്നും ഇരിക്കില്ല. മഞ്ചേരി വരെ എത്തണ്ടേ. സാധാരണ എനിക്ക് പോകുമ്പോ ഓമറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോയിട്ടിട്ട് ചെയ്തു. അതെ, ശീലായി. അതെ, ഫുഡ് കഴിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴാണ് പ്രശ്നം. എന്താണ് അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടോ. അവിടെ വിളിക്കാം. ഉറങ്ങൊന്നുമില്ല. ടാറ്റാ, ഞങ്ങൾ പോട്ടെട്ടോ. ആദ്യം നമ്മള് നിക്കി ടാറ്റ പറയുമ്പോ നിക്കി കരയും. അതെ അതെ, നമുക്ക് പോയാലോ. നിക്കിന്റെ സീറ്റ് അവിടെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നിക്കി കരഞ്ഞാണ്. പേടിയാണ്. പിന്നെ മാസ്ക് വെക്കല്ലോ കമ്പനിയായിട്ട്. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അതെ, നായിക എവിടെ? നായിക കുറച്ച് കഴിഞ്ഞപ്പോ തല ഒക്കെ കിടക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് ഹാപ്പി പെറ്റ്സിലെത്തി. പിന്നെ നമ്മളെ നിക്കിനെ ഉള്ളിലേക്ക് കയറ്റാം. ഫ്രണ്ട്സ്, അവിടെ പൂച്ചേന്റെ ഗ്രൂമിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചക്ഷൻ നെയില് കട്ട് ചെയ്യാം. ഒന്ന് മറ്റേ മൾട്ടി കമ്പോണന്റ് വാക്സിനും പ്രതിരോധത്തിന്റെ വൈറസിനും എന്താ സംശയം? സിക്സുവിനെ കൊടുക്കാട്ടോ ചോദിച്ചു. ഞാൻ ഇൻട്രോവേർട്ടാണ് ചോദിച്ചു. ഞാൻ പുറത്തിറങ്ങി ഇൻട്രോവേർട്ടാണ്. നിക്കിക്ക് ഒരു കൂട്ട് വേണല്ലേ. എനിക്കൊരു കൂട്ട് ഷിക്സുവിനെയാണ് ഉണ്ടാവും.
ഷിക്സുവിനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. അത് ഇവിടെ ഉണ്ടാവോ ചോദിച്ചു. കമന്റ് കേട്ടോ, ഷിറ്റ്സുവിനെ വാങ്ങണമെന്നവർ പറയുന്നുണ്ട്. കേക്ക് കമ്പനിക്ക് എന്താ നിങ്ങളെ അഭിപ്രായം? ഇനി നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ. ഷിറ്റ്സു ഉണ്ടെങ്കിൽ ചെറിയ ബേബി ചെറുത്ത് ദേവ് നോക്കുന്നാണ് പറയണത്. നിക്കിനെ കൊണ്ടുവന്നപ്പോഴുള്ള വീഡിയോ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീവാച്ച് ചെയ്യണം കേട്ടോ. അന്ന് ദേവ് പറഞ്ഞത് ഞാൻ ട്രെയിനിങ് ചെയ്യും, മാറ്റം ഒന്നും ചെയ്തിട്ടില്ല. പാവൻ നിക്കി 2 ഇഞ്ചക്ഷൻ വെച്ചു. ചെറിയ നമ്മളൊക്കെ ഞരമ്പ് നോക്കിട്ടല്ലേ വെക്കുക. ഞരമ്പ് ഒഴിഞ്ഞെടുത്തോ? അപ്പൊ ഒക്കെ കഴിഞ്ഞില്ലേ? നിക്ക് ഷോപ്പിങ്ങിലാണ്. നോക്കിയെടുത്തോ. നിക്കിനെ സ്കാൻ ചെയ്തു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ആ ഇത് നിക്കി സെലക്ട് ചെയ്താണോ? സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തിട്ട് ഷാമ്പു മണപ്പെടുത്തത്. എന്താണ് പെറ്റ്സ് ഹെൽത്ത് റെക്കോർഡ് നിക്കിൻ്റെതാണ് ഗൈസ്. അപ്പോൾ 2 ഉണ്ട്. ഇത് നല്ലൊരു ബുക്ക്, നല്ല രസം. ഓടി പോണോ ആദ്യം എനിക്ക് പോവാൻ ധൃതിയായി. കയറിയപ്പോ ഒന്നല്ലായിരുന്നല്ലോ അവസ്ഥ. ഇവിടെ ബോർഡിങ് ഉണ്ട് അല്ലേ ഫ്രണ്ട്സ്? നിക്ക് ഇതാട്ടോ, നിക്കിക്ക് ഉണ്ണിമോളെ കണ്ടാലും പോണ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വെപ്രാളാണ്. ആ ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് പോയി നോക്ക്. പോയിക്കോ, ആ റോട്ടിൽ കൂടെ പോയിക്കോ. എടാ പോയി, ആള് പോയി. പോലെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത വർഷം ഇതേ സമയം വാക്സിൻ സ്കാനിങ് 12:45. ഇപ്പൊ ദിയമോളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 12:30 കഴിയാം. എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. 1 മണിയാകുമ്പത്തേന് നമുക്ക് അവിടെ എത്താൻ പറ്റില്ലല്ലോ. 15 മിനിറ്റ് കൊണ്ട് പറ്റില്ല. ഫ്രണ്ട്സ്, ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുന്നു. നിക്കിന്റെ ഒരു ബഹളമല്ല. അപ്പൊ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് മയങ്ങി കിടക്കണമെന്നുണ്ട് നിക്ക്. ഛർദിച്ചു കിടക്കും. ട്രിപ്പൊക്കെ കഴിഞ്ഞ് നിക്കിന്റെ ഛർദിക്കലൊക്കെ കഴിഞ്ഞ് കിടക്കണമെന്നുണ്ട്. കണ്ടോ? അപ്പൊ പുറകേക്ക് വെറുതെ നോക്കിയോ നേരെ അങ്ങോട്ടാ കണ്ടുപോയത്. നിക്കി പണ്ടും അങ്ങനെ തന്നെ. യാത്ര കുറെ ചെയ്ത് കഴിഞ്ഞാല് അതാ നിക്കിനെ ഞങ്ങള് കൊണ്ടുപോകത്തേക്ക് ഛർദിക്കും. അതുകൊണ്ട് തന്നെ നിക്കിക്ക് വേണ്ടി സെപ്പറേറ്റ് തുണിയൊക്കെ വിരിച്ചിട്ടത് അവിടെ അറിയുന്നത്. ഇനി 2 ദിവസത്തേന് വെയിൽ കൊള്ളിക്കരുത് പറഞ്ഞേന്നു കേട്ടോ. 2 ദിവസം അധികം വെയിൽ കൊള്ളിക്കണം. ഭയങ്കര വെയിലല്ല. അല്ലെങ്കിൽ എനിക്ക് വെയിൽ കൊള്ളാറില്ല, കാരണം പകലൊക്കെ അകത്ത് തന്നെയാണ്. നമ്മള് വീടെത്തിട്ടോ. വീടെത്തി. പിന്നെ ദേവ് ഇൻസ്റ്റഗ്രാമില് പാട്ട് പാടിയിട്ടിട്ടേന്നു. അപ്പം അതിലൊരുപാട് കമൻറ്റ് എനിക്കും പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ദേവുനെ പാട്ട് പഠിക്കുന്നുണ്ടോ, പാട്ട് പഠിപ്പിക്കാൻ വിട്ടൂടെ? പാട്ട് പഠിക്കാൻ പോകാൻ തീരെ ഇഷ്ടമില്ല. കാരണം ബേസ് തന്നെ 1 വർഷം സാരിഗമ ശരിക്കും പഠിക്കണം. എനിക്ക് ആ സംഭവമേ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെറുതെ നമ്മളിങ്ങനെ ബാത്റൂമിൽ നിന്നൊക്കെ ഇങ്ങനെ പാടൂലേ, ആ പാട്ട് ഞാൻ വെറുതെ വീഡിയോ എടുത്ത് ഇട്ടുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ അത്രയ്ക്ക് രസമൊക്കെ ഉണ്ട്. പാട്ട് പഠിച്ചിട്ടില്ല കേട്ടോ. പാട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പഠിക്കാനില്ല, ഡാൻസ് പഠിച്ചിട്ടില്ല. ഒക്കെ ദേവ് സ്വന്തമായിട്ടാ. പാട്ടിന്റെ കഴിവ് കിട്ടിയിരിക്കുന്നത് പപ്പയുടെ ആണ്, ഡാൻസിന്റെ അമ്മേന്റെ ആണ്, ആക്ടിങ്ങിന്റെ അച്ഛച്ചന്റെ ആണ്. പിന്നെ വേറെന്താ? അതെ, അങ്ങനെ കഴിവുകൾ വാരി കോരി ഇട്ടിരിക്കുകയാണ്. പഠിത്തത്തിന്റെ ആരതാ എനിക്കറിയില്ല. പഠിത്തത്തിന്റെ മാത്രം നിയമത്തിയാണ്. പഠിത്തത്തിന്റെ എന്റേതായിട്ടുള്ളതിലാണ്. കാരണം അമ്മയും അപ്പയും നല്ലോണം പഠിക്കണ ആൾക്കാരാണ് ഗൈസ്. ഞാൻ അത്ര കേട്ടോ. ഇല്ലല്ല, ഞാൻ വർക്ക് ചെയ്യുന്നല്ലോ, മീൻസ് ഹാർഡ് വർക്ക്. അതെ ഹാർഡ് വർക്ക് ചെയ്യുന്നു. പക്ഷെ അതിനുള്ള റിസൾട്ട് കിട്ടാറില്ല. കിട്ടിയത് തോന്നുന്നല്ലേ? അതാണ് എനിക്ക് കിട്ടിയത്. പപ്പ പിന്നെ 7ാം ക്ലാസ് വരെ സ്കൂൾ ടോപ്പർ ആയിരുന്നു. അതെ ഇപ്പൊ
അങ്ങോട്ട് വന്നു കഴിഞ്ഞാ പോക്കിന് നിർത്തും. ഫ്രണ്ട്സുകളെ ദിയമോള് വന്നിട്ടോ. ദിയമോള് അമ്മമ്മേന്റെ ചുരിദാറാണ് ഇട്ടേക്കണേ. എടാ കേട്ടോ അമ്മമ്മേന്റെ ചുരിദാറാണ് ഇട്ടേക്കണ കേട്ടോ. അതെ ഓപ്പണാണേ. ഫ്രണ്ട്സ്, നാളെ എനിക്ക് മാത്സിൻ്റെ എക്സാം ആണ്. അതുകൊണ്ട് പപ്പ എന്നെ മാത്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അടി ഇട്ടു കേട്ടോ. ഇഞ്ചക്ഷൻ വെച്ച ക്ഷീണത്തിൽ കിടക്കുകയാണ് കേട്ടോ നിക്കിമോള്. നിക്കിമോള് പുറത്തിറക്കിയിട്ടില്ല കേട്ടോ അന്ന്. നിക്കിക്ക് വാക്സിൻ എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തി പെട്ടെന്ന് പോയി വന്നു. വാക്സിൻ സ്കാനൊക്കെ ചെയ്ത് എല്ലാം ഓക്കെയാണ്, സെറ്റാണ് നിക്കി. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നമ്മളെ പണ്ടത്തെ വൈൻഡപ്പ് ഇപ്പം ഇല്ല അല്ലേ, അപ്പം പുതിയ വൈൻഡപ്പ് ഒക്കെ ആക്കി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ. അവിടെ വാരാണ് അവിടെ.